ഹലോ ഫ്രണ്ട്സ്, വീട് നന്നായിട്ട് അലങ്കരിക്കുക, നന്നായിട്ട് ഓർഗനൈസ് ചെയ്യുക, നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യുക, ഇതൊക്കെ ആർക്കാണ് ഇൻട്രസ്റ്റ് ഇല്ലാത്തതല്ലേ? നമ്മുടെ വീടിനുള്ളിലുള്ള കോർണേഴ്സൊക്കെ എങ്ങനെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം, നന്നായിട്ട് ഓർഗനൈസിങ് സ്പേസ് ആക്കി മാറ്റാം, അങ്ങനെയുള്ളൊരു ഐഡിയ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നല്ല വലിയ 2 DIY സ്റ്റോറേജ് ബോക്സസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് 0 കോസ്റ്റിൽ. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെ നമ്മുടെ വീടിനുള്ളിലുള്ള കോർണർ സ്പേസസ് ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം, നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസസ് ആക്കി മാറ്റാമെന്ന്. ഇത് ഞങ്ങളുടെ ബെഡ്റൂമിൽ കബോർഡിൻ്റെ സൈഡിലായിട്ട് വരുന്ന ഒരു കോർണർ സ്പേസാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മാറ്റുകൾ, യോഗ മാറ്റ്, പ്രയർ മാറ്റ് എല്ലാം അങ്ങനെ വെച്ചിരിക്കുമായിരുന്നു. ആ ഒരു സ്പേസിലോട്ട് ഇതേ നമ്മുടെ DIY ബാസ്ക്കറ്റ് വെച്ചു. അതിലേക്ക് നമ്മളുടെ എല്ലാ മാറ്റുകളും കാർപ്പറ്റും എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുവാണ്. ഒത്തിരി സ്പേസ് ഉണ്ട് ഈ ഒരു ബാസ്ക്കറ്റിനകത്ത്, നമുക്ക് ഒത്തിരി സാധനങ്ങൾ സ്റ്റോർ ചെയ്യാം. ഇനിയൊരു ബാസ്ക്കറ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ദേ ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തു, പിന്നെ നമ്മുടെ പഴയ ഒരു മാറ്റ് അല്ലെങ്കിൽ പായാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഈ ബോക്സിൻ്റെ ചുറ്റളവ് നോക്കിയിട്ട് അതേ അളവിൽ നമ്മൾ ഈ പായയുടെ പീസസ് 2 പീസസ് വെട്ടിയെടുക്കുവാണ്. അതിൽ ഒരു പീസ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കും, മറ്റേ പീസ് ഇതിൻ്റെ ഈ കാർഡ്ബോർഡ് ബോക്സിൻ്റെ പുറത്തായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് ഗ്ലൂ ഗൺ വെച്ച് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുവാണ്. അതായത് ഇതിൻ്റെ ഉള്ളിലത്തെ കണ്ടോ ഇതുപോലെ ഫിക്സ് ചെയ്തു. ഇനി നമ്മൾ പുറത്ത് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതുപോലെ ഫിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് ഈ കാർഡ്ബോർഡ് ബോക്സിൻ്റെ ലോവർ ബോർഡറിൽ കറക്റ്റായിട്ട് ഈ മാറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് ബാലൻസ് വരും, അത് നമുക്ക് ഫോൾഡ് ചെയ്ത് ഫിക്സ് ചെയ്യാം. ഇതുപോലെ നമ്മൾ ഈ ബോക്സിൻ്റെ ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചെടുക്കുവാണ്. പിന്നെ ഏറ്റവും അവസാനം ആ എൻഡിങ് വരുമ്പോൾ ഇങ്ങനെ ഈ മാറ്റ് ആയതുകൊണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞ് തള്ളിയൊക്കെ നിൽക്കുന്നുണ്ടാവും, അതൊക്കെ പറിച്ച് കളഞ്ഞിട്ട് നമ്മൾ ആ ഒരു എൻഡ് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു ഭാഗം ബാക്ക് സൈഡായിട്ടാണ്, നമ്മുടെ സ്റ്റോറേജ് ബോക്സിൻ്റെ ബാക്ക് സൈഡായിട്ടാണ് വരുന്നത്. അപ്പോൾ അതാ നമ്മൾ ഇതുപോലെ ഈ മാറ്റ് ഫിക്സ് ചെയ്തെടുത്തു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് ബാലൻസ് വരും എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് നമ്മൾ ഫിക്സ് ചെയ്യും. അതും ഇതുപോലെ ഗ്ലൂ ഗൺ വെച്ച് ഫിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ്സാണ് ആദ്യം ഫിക്സ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റേ സൈഡ് ഫിക്സ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ഫോൾഡ് ചെയ്ത് ഫിക്സ് ചെയ്യേണ്ടി വരും, അതായത് കുറച്ചൊരു എക്സ്ട്രാ ഇത് വരും അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് അത് ഫോൾഡ് ചെയ്ത് ഫിക്സ് ചെയ്താൽ മതി. ഇനി ഈ ഒരു ബോക്സിൻ്റെ അടിഭാഗത്തായിട്ട് കറക്റ്റ് അളവിൽ നമ്മൾ ഈ മാറ്റ് വെട്ടിയെടുത്തിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഈ എൻഡ് ഇങ്ങനെ ഊരിപ്പോരാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഇതുപോലൊരു ക്ലോത്ത് വെച്ച് നമ്മൾ അതിന് ബോർഡർ കൊടുക്കുകയാണ്. ഏതെങ്കിലും ഒരു പഴയ തുണി എടുത്താൽ മതി. അപ്പോൾ അത് ഇതുപോലെ ഗ്ലൂ ഗൺ വെച്ച് നമ്മൾ ഫിക്സ് ചെയ്യുവാണ് കേട്ടോ. അടിച്ച് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതുപോലെ മടക്കി ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ 4 സൈഡിലും നമ്മളിതുപോലെ ഈ ക്ലോത്ത് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ഇതിൻ്റെ ഇത് കിട്ടും. ഒട്ടിച്ച് ചെയ്യുമ്പോൾ നല്ലൊരു ലുക്ക്, ഫിനിഷ്ഡ് ലുക്ക് കിട്ടും. കണ്ടോ ഇതുപോലെ നമ്മൾ 4 സൈഡിലും ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഇത് അങ്ങ് അടിഭാഗത്തോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഇനി ഇതുപോലെ തന്നെ ഒരു പീസ് നമ്മൾ വെട്ടിയെടുത്തിട്ട് ഇതിൻ്റെ ഉൾഭാഗത്തും നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ഈ മാറ്റ് വെച്ചിട്ടുള്ള നമ്മുടെ ഈ സ്റ്റോറേജ് ബോക്സ് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഡെക്കറേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു റെഡ് കളർ സാറ്റിൻ റിബൺ ഇതുപോലെ ഇങ്ങനെ ചുറ്റും ഒട്ടിച്ചു കൊടുക്കുകയാണ്. സാധാരണ സാറ്റിൻ റിബൺ ആണ് കേട്ടോ. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലൊരു ഫ്ലവറും. അപ്പോൾ അതാ നമ്മുടെ DIY സ്റ്റോറേജ് ബാസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ള ഭംഗിയുള്ള ഒരു സ്റ്റോറേജ് ബാസ്ക്കറ്റ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഒത്തിരി സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇനി നമുക്ക് അടുത്തൊരു കോർണർ സ്പേസിലോട്ട് പോവാം. ഇത് പിള്ളേരുടെ റൂമിൽ അവരുടെ ബുക്ക് ഷെൽഫിൻ്റെ സൈഡിലായിട്ട് വരുന്ന ഒരു കോർണർ സ്പേസാണ്. അവിടെ മോൻ്റെ ബാറ്റ്, അവൻ്റെ ഡംബൽസ് ഒക്കെ അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്പേസിലോട്ടാണ് നമ്മൾ നമ്മുടെ വേറൊരു DIY ബാസ്ക്കറ്റ് വയ്ക്കാൻ പോകുന്നത്. കണ്ടോ ഇതാണ്. അപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റിലോട്ട് നമ്മൾ ഈ സാധനങ്ങളെല്ലാം നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്ത് വയ്ക്കുവാണ്. അപ്പോൾ കുറച്ചും കൂടി ഒരു നീറ്റ് ലുക്ക്, ഓർഗനൈസ്ഡ് ലുക്ക് കിട്ടും നമ്മുടെ റൂമിന്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒത്തിരി സാധനങ്ങൾ സ്റ്റോർ ചെയ്യാം. എല്ലാ സാധനങ്ങളും നമുക്ക് ഒരുമിച്ച് കുറഞ്ഞ സ്ഥലത്തിൽ കൂടുതൽ സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഒരു കോർണർ സ്പേസ് ഓർഗനൈസേഷൻ. ഇനി ഈ ഒരു ബാസ്ക്കറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനും ഞാനൊരു കാർഡ്ബോർഡ് ബോക്സാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് നമ്മുടെ കാർഡ്ബോർഡ് ബോക്സ് ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ കാർഡ്ബോർഡ് പീസസ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ, 4 സൈഡിലായിട്ട്. അപ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കുമ്പോഴൊക്കെ അതിന് നല്ലൊരു സ്ട്രെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട്, പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 4 സൈഡിലായിട്ട് ഇതുപോലെ പീസസ് ഫിക്സ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നമ്മൾ മുമ്പെടുത്ത ആ കാർഡ്ബോർഡ് ബോക്സിനകത്ത് ഇതുപോലെ ചെയ്തില്ലായിരുന്നു. കാരണം ആ ഒരു കാർഡ്ബോർഡ് ബോക്സ് എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒന്നായിരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ എപ്പോഴും എടുക്കുമ്പോൾ ഈ കാർഡ്ബോർഡ് ബോക്സിൻ്റെ സ്ട്രെങ്ത് ഒന്ന് നോക്കണം. ഇനി ഈ ഒരു ബോക്സിൻ്റെ ചുറ്റളവ് ഒന്ന് നോക്കണം. പിന്നെ ഇതിൻ്റെ ഹൈറ്റും നമുക്കൊന്ന് എടുക്കണം. ഈ അളവിൽ നമുക്ക് ഫാബ്രിക് വെട്ടിയെടുക്കാനുണ്ട്. ഇവിടെ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ പഴയൊരു കർട്ടനാണ് കേട്ടോ, ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു കർട്ടനാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ ആ എടുത്ത അളവനുസരിച്ച് നമുക്ക് ഈ കർട്ടൻ്റെ പീസ് നമുക്ക് വെട്ടിയെടുക്കാം. ഇവിടെയും നമ്മൾ 2 പീസസ് വെട്ടിയെടുക്കണം കേട്ടോ. ഒരെണ്ണം നമുക്ക് ഈ കാർഡ്ബോർഡ് ബോക്സിൻ്റെ പുറത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാനും ഒരെണ്ണം ഉള്ളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാനും. അപ്പോൾ നമ്മൾ ഇനി ഈ ഒരു ക്ലോത്ത് ഫാബ്രിക് നമ്മൾ ഈ ഒരു ബോക്സിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇവിടെ ഈ കാർഡ്ബോർഡ് ബോക്സിൻ്റെ അപ്പർ ബോർഡറിൽ ഈ കർട്ടൻ കറക്റ്റായിട്ട് വരാവുന്ന രീതിയിൽ വെച്ചിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ആ ലോവർ ബോർഡറിൻ്റെ അവിടെ കുറച്ച് ബാലൻസ് വരും. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ അടിഭാഗത്തോട്ട് ഫോൾഡ് ചെയ്ത് ഫിക്സ് ചെയ്യും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ 4 സൈഡിലും ഈ ഒരു ഫാബ്രിക് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈ കർട്ടൻ്റെ തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം നല്ല കട്ടിയുള്ളൊരു തുണിയാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, നന്നായിട്ട് ഈ കാർഡ്ബോർഡ് ബോക്സിന് ഒരു സ്ട്രെങ്ത്തും കൊടുക്കും. ഇനി ബാലൻസ് വരുന്ന ക്ലോത്ത് ഇതുപോലെ ഒന്ന് മടക്കി അവിടെ അങ്ങ് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു ഭാഗം നമ്മുടെ ബോക്സിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും. ഇനി താഴ്ഭാഗത്ത് ബാലൻസ് വരുന്ന ക്ലോത്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ മീതെ വേറൊരു ക്ലോത്ത് പീസും കൂടി ഫിക്സ് ചെയ്ത് കൊടുക്കും. എന്നാലാണ് അത് കംപ്ലീറ്റ് ആവുള്ളൂ. ഇനി ഈ ബോക്സിൻ്റെ ഉൾഭാഗത്തായിട്ട് നമുക്ക് ഈ ഫാബ്രിക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഫാബ്രിക് കണ്ടോ അങ്ങനെ പുറത്തേക്കോടെ ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ചുറ്റും ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് അങ്ങ് മടക്കി വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് കവറായിക്കോളും. ഇതൊരു വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ ഫിക്സ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കഴിയുമ്പോൾ കണ്ടോ ഉൾഭാഗം നന്നായിട്ട് കവറായി. ഇനി ഇതൊന്ന് ഗ്ലൂ ഗൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ 4 സൈഡും നമ്മൾ ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഇന്നർ സൈഡ് കവറായി. ഇനി ഇതിൻ്റെ ഈ താഴെ ഭാഗത്തായിട്ട് പുറത്തും അകത്തും നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഈ പുറം ഭാഗത്തേക്കായിട്ട് ഇതുപോലൊരു പീസ് ഫാബ്രിക് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. 4 സൈഡും ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഇതിൻ്റെ നമ്മൾ ഇന്നർ സൈഡിൽ വെക്കുന്ന പീസിനകത്ത് നമ്മൾ ഈ അളവിൽ ക്ലോത്ത് എടുത്തിട്ട് അതേ അളവിൽ കാർഡ്ബോർഡ് പീസ് എടുത്ത് ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടോ ഇതുപോലെ. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഇതിൻ്റെ അടിഭാഗം ഇരിക്കും. ഇനി ഡെക്കറേഷനാണ് ബാക്കിയുള്ളത്. അപ്പോൾ അതിനായിട്ട് ഒരു സാധാരണ ലേസ് നമ്മൾ ഇതിൻ്റെ ഈ അപ്പർ ബോർഡറിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് നമ്മുടെ 2 ഫാബ്രിക് തമ്മിൽ കണക്ഷൻ വരുന്ന ആ ഭാഗത്താണ് നമ്മൾ ഈ ലേസ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ലേസ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു ഫ്ലവറും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ആ ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഫാബ്രിക് ഉപയോഗിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചെറിയ സ്ക്വയർ പീസസ് വേണം. കണ്ടോ, ഇതുപോലെ സ്ക്വയർ പീസസ് വെട്ടിയെടുക്കുക. അപ്പോൾ ഒരു ഫ്ലവറിന് നമുക്ക് ഏകദേശം 5 പീസസാണ് വേണ്ടത്. ഇനി ഓരോ പെറ്റൽ ഉണ്ടാക്കാൻ പോകണം. അതിനായിട്ട് ഇതുപോലെ 2 പ്രാവശ്യം ഫോൾഡ് ചെയ്ത് നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഫിക്സ് ചെയ്യുക. എന്നിട്ട് ഇനി നമ്മൾ ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പെറ്റൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി സെൻറ്ററിലായിട്ട് ഇതുപോലെ ഗ്ലൂ വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. പിന്നെ അതിൻ്റെ 2 സൈഡിലായിട്ടും ഈ ഗ്ലൂ വെച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യണം. കണ്ടോ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പെറ്റൽ. അപ്പോൾ അങ്ങനെ 5 പെറ്റൽസ് നമുക്ക് വേണം. അപ്പോൾ ഈ 5 പെറ്റൽസ് എടുത്തിട്ട് നമ്മൾ ഇതുപോലൊരു സർക്കിൾ കട്ടിയുള്ള പേപ്പറോ കാർഡ്ബോർഡ് പീസോ എന്തെങ്കിലും വെട്ടിയെടുത്തിട്ട് അതിലോട്ട് ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അടുപ്പിച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ പെറ്റൽസിൻ്റെ ഇടയ്ക്കായിട്ട് ചെറുതായിട്ടൊന്ന് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം ഈ പെറ്റൽസ് എല്ലാം ഒരേ ഡിസ്റ്റൻസിൽ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്, നല്ല അറേഞ്ച്ഡായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണത്. കണ്ടോ, ഇനി ഇതിൻ്റെ നടുക്കായിട്ട് ഒരു ബട്ടൺസാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതോടുകൂടി നമ്മൾ ഫ്ലവറും റെഡിയായി. അങ്ങനെ നമ്മുടെ 2ാമത്തെ DIY സ്റ്റോറേജ് ബാസ്ക്കറ്റും റെഡിയായി. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു സ്റ്റോറേജ് ബാസ്ക്കറ്റും ഉണ്ടാക്കി നോക്കണം. ഏതായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.